ഹലോ. അങ്ങനെ ആതിരയ്ക്ക് വീണ്ടും ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരാഴ്ചയായി. പക്ഷേ അച്ഛൻ ഹോസ്പിറ്റലായ കാരണം എനിക്ക് തുറന്ന് നോക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ അതും ഒരു ധാവണി സെറ്റാണ്. എൻ്റെ ഫ്രണ്ട് ഗൾഫ് പോയിട്ടുണ്ടായിരുന്നു. 30-ാം തീയതിയാണ് ഗൾഫ് പോയത്. കഴിഞ്ഞ 31-ാം തീയതി ആയിരുന്നല്ലോ ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഓൾ പോയ കാരണം സർപ്രൈസായിട്ട് എൻ്റെ ഷോപ്പിൻ്റെ അഡ്രസ്സിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ കൊടുത്തതാണ്. കണ്ടിട്ട് ധാവണി സെറ്റാണ്. നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ തുറന്നപ്പോൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ്. ഇത് സ്കേർട്ടായിരുന്നു. നല്ല അത്യാവശ്യം നല്ല വീതിയുള്ള ബോർഡറിൽ വരുന്നതാണ്. ഞാൻ ഏകദേശം അളന്ന് നോക്കിയപ്പോൾ 4 മീറ്ററോളം ഉണ്ട്. നല്ല നേവി ബ്ലൂ കളറിലാണ് കേട്ടോ വരുന്നത്. സംഭവം കൊള്ളാം. ഇങ്ങനെ നല്ല കാണാൻ ഭംഗിയുണ്ട്. ഇനി അടുത്തത് ഷോളാണ്. ഷോളിന് ഹെവി വർക്കായിട്ടാണ് വരുന്നത്. 2 സൈഡും ഈ ഫ്ലവറായിട്ട് സ്കാൽപ്പ് ചെയ്ത വർക്കാണ്. പിന്നെ കുത്തുന്നോടത്ത് വരുന്നതും മുന്താണീൻ്റെ ഭാഗം വരുന്നതും സ്കാൽപ്പ് മാത്രമേ ഉള്ളൂ, വർക്കില്ല. പിന്നെ നമ്മൾ പിന്നെ ഷോളിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത പോലെ ഫ്ലവർ വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം 2.5 മീറ്റർ തന്നെ വരുന്നുണ്ട് ഷോള്. ഉടുത്ത് ഒഴുകി നിൽക്കുന്ന ടൈപ്പാണ് ഷോള് വരുന്നത്. ഒരു സിൽക്കിൻ്റെ പോലത്തെ ഒരു ഗ്ലേസിങ് വരുന്നുണ്ട് ഷോളിനും. അത്യാവശ്യം ഹെവി വർക്കാട്ടോ ഷോള്. ഷോളിന് തന്നെ ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസ് പീസ് ആകെ 80 സെൻറ്റിമീറ്റർ ഉള്ളൂ. അതിനും വീതിയുള്ള ബോർഡറാണ് വരുന്നത്. സംഭവം അടിപൊളി കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം. അച്ഛനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനിപ്പോൾ കുഴപ്പമില്ല, വീട്ടിൽ വന്നു ഡിസ്ചാർജ് ചെയ്തു. പിന്നെ ആദ്യം സുഖമില്ലാതെ ഒരു ദിവസം ഫുള്ളായിട്ട് ട്രിപ്പ് ഇട്ട് ബുദ്ധിമുട്ടായിരുന്നു. നല്ല പനിയും വിറയലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൾക്കും മാറി വരുന്നു. ഞാൻ ആ ഷോളൊന്നും കൂടെ നോക്കിയതാട്ടോ. ഓക്കെ, ബൈ.